Hi everyone, this is me Casac Benjali. ഒരിക്കൽ കൂടി പുതിയ വീഡിയോ വ്ലോഗിലേക്ക് സ്വാഗതം. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ ജീവിതത്തിൽ വലിയ വിജയം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ there are 3 strategies to change your life. ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സൃഷ്ടിക്കാൻ തയ്യാറാണ്. ജീവിതത്തിൽ നമുക്കറിയാം നമുക്ക് മാറ്റം വേണം. എൻ്റെ സ്വഭാവം മാറണം, എൻ്റെ ഹാബിറ്റ് മാറണം, എൻ്റെ ബിസിനസ് മാറണം, ഇൻകം മാറണം, റവന്യൂ മാറണം എന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും കഴിയാറില്ല മാറ്റം. ഈ മാറ്റം എങ്ങനെ ഉണ്ടാക്കുക? അതിനു വേണ്ടിയിട്ട് 3 മെന്റൽ സ്ട്രാറ്റജീസ് ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നമ്പർ 1, ആക്ഷൻ. അതായത് ആക്റ്റീവായിട്ടിരിക്കുക. ലോകത്തിൽ വിജയിച്ച ആളുകളും ലോകത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയ ആളുകൾ എല്ലാവരും ആക്റ്റീവാണ്. ആക്റ്റീവായ എല്ലാവരും വലിയ വിജയം നേടിയ ആളുകളൊന്നുമല്ല. പക്ഷെ വിജയിച്ച ആളുകൾ എല്ലാവരും ഹൈലി ആക്റ്റീവാണ്. എങ്ങനെയാണ് നമുക്ക് നമ്മളെ ആക്റ്റീവ് ആക്കാൻ പറ്റുക? നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ ചടഞ്ഞിരിക്കുന്നതിന് പകരം, നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിന് പകരം, കംഫർട്ട് സോണിൽ ആസ്വദിച്ചിട്ട് മാത്രം ഇരിക്കുന്നതിന് പകരം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് 2 കിലോമീറ്റർ നടക്കെങ്കിലും ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കുക. രാവിലെ കിടന്നുറങ്ങുന്നതിന് പകരം ഒരു 2 കിലോമീറ്റർ എങ്കിലും നടക്കുക. അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് വായിക്കുക. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സമയത്തെ ഏതെങ്കിലും രീതിയിൽ വാല്യൂ കൊടുക്കുന്ന രീതിയിലേക്ക് ആക്റ്റീവായിട്ടിരിക്കുക. മടിയനല്ലാതിരിക്കുക എന്നതാണ് ആക്റ്റീവായിട്ടിരിക്കുക എന്ന് പറയുന്നത്. അതായത് ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറുക. അത് പുസ്തക വായനയാകാം, ടെക്നോളജി പഠിക്കലാകാം, അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. മടിച്ചിരിക്കരുത്. കംഫർട്ടബിൾ ആയിട്ട് വളരെ റിലാക്സ് ചെയ്ത് എന്റർടൈൻമെന്റ് മോഡിൽ ഇരിക്കുന്നതിന് പകരം എൻഫോർടൈൻമെന്റിലേക്കോ ചെറിയ റിസ്ക് എടുത്തിട്ടാണെങ്കിൽ പോലും യു മസ്റ്റ് ബി ആക്റ്റീവ്. കാരണം ആക്ഷൻ ആണ് ഏതൊന്നിൻ്റെയും തുടക്കം. ആക്ട് ചെയ്യാതെ ഒരിക്കലും തന്നെ ഒരു മാറ്റവും ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ ആക്റ്റീവ് ആകുക എന്നതാണ് നമ്പർ 1 സ്ട്രാറ്റജി. വെറുതെ ഇരിക്കാതിരിക്കുക. നമ്പർ 2, ബിലീഫ്. നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനാദ്യം വേണ്ടത് നമുക്കത് കഴിയും. എന്നെ കൊണ്ട് കഴിയും. ഞാനൊരു ഓർഡിനറി അല്ല, ഞാനൊരു സാധാരണ വ്യക്തിയല്ല. എനിക്ക് വലിയ 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 നേട്ടങ്ങൾ സ്വന്തമാക്കാനുള്ള കഴിവുണ്ട്, കരുത്തുണ്ട്, വിജയിക്കാനുള്ള പ്രാപ്തിയുണ്ട് എന്ന് നമ്മുടെ ഉള്ളിൽ നമ്മൾ വിശ്വസിച്ച് തുടങ്ങുന്നിടത്താണ് വലിയ വിജയത്തിൻ്റെ തുടക്കം സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിവെക്കുക. എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ വിജയിക്കില്ല, എനിക്ക് കഴിയുമോ തുടങ്ങിയ രീതിയിലുള്ള നിങ്ങളെ നെഗറ്റീവ് ആക്കുന്ന, സംശയങ്ങൾ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ, കഴിയില്ലെന്ന് പറയുന്ന ചോദ്യങ്ങൾ, നിങ്ങളെ കൊണ്ട് വിജയിക്കാൻ കഴിയില്ല, ഞാൻ ഒരിക്കൽ വിജയിച്ചപ്പോൾ, ഞാൻ ഒരിക്കൽ ശ്രമിച്ചപ്പോൾ ഞാൻ പരാജയപ്പെട്ടു പോയി, എന്നോട് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നെ കൊണ്ട് കഴിയില്ലെന്ന്, കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, അവരെന്നെ കളിയാക്കിയിട്ടുണ്ട്, ഇവർ എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട് തുടങ്ങിയ രീതിയിലുള്ള എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ വിജയിക്കില്ല, ഞാൻ ഒരു മികച്ചവനല്ല തുടങ്ങിയ നിങ്ങളെ തന്നെ ഇകഴ്ത്തുന്ന വാക്കുകളെല്ലാം റീപ്ലേസ് ചെയ്യുക. പകരം എന്നെ കൊണ്ട് കഴിയും, എനിക്കത് സാധിക്കും, ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും, എന്നിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുന്നു, അതിനുള്ള സാഹചര്യങ്ങളും വ്യക്തികളും എല്ലാം എന്നിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് എത്ര വലിയ ഗോളാണെങ്കിലും ശരി, you have to start believing in you that you can create massive changes. If you don't believe, you cannot make anything, because belief is the most important thing or most important element to create any success in anybody's life. If you really want to become successful, strategy number 2, you have to believe it that you will become successful. കാരണം നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ആൻഡ് നമ്പർ 3, reprogram your mind. How to reprogram your mind? How to reprogram your character? How to reprogram your mental pattern? How to reprogram your habit? So reprogram എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ ഒരിക്കലും പുതിയൊരു സ്ഥലത്ത് എത്തിച്ചേരില്ല. ഇപ്പോൾ എത്തുന്നിടത്ത് മാത്രമേ എത്തൂ. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നിടത്തേക്ക് എത്താനുള്ളത് മാത്രമാണ്. നേരെ മറിച്ച് നിങ്ങൾ പുതിയൊരു കാര്യം ചെയ്യുന്നുവെങ്കിൽ, നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങളുടെ ഹാബിറ്റിലാണ് ചേഞ്ച് വരുത്തേണ്ടത്. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എഫേർട്ട്ലെസ് ആയിട്ട് ബോധപൂർവമല്ലാതെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന് നിങ്ങൾ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഫോൺ കണ്ടു. നമ്മൾ എന്താ ചെയ്യുക? സ്വാഭാവികമായിട്ടും എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മുടെ കൈ ഫോണിലേക്ക് പോകും. അതിനൊരു എഫേർട്ട് വേണോ? ബോധപൂർവം ചിന്തിച്ചിട്ട് വേണോ ചെയ്യാൻ? വേണ്ട. നമ്മുടെ കൈ വിരൽ അത് ഫിംഗർ എവിടെയാണോ അത് നമ്മൾ ഓപ്പൺ ആക്കുന്നത്, ഫിംഗർ ലോക്കിലേക്ക് പോയിട്ട് അത് ഓപ്പൺ ആകും. അതിനുശേഷം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ, അത് വാട്സപ്പ് ആവാം, ഇൻസ്റ്റഗ്രാം ആകാം, ഫേസ്ബുക്ക് ആകാം, ഇനി വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിലേക്ക് നമ്മൾ പോലും അറിയാതെ നമ്മുടെ വിരൽ പോകും, അത് ഓപ്പൺ ആകും. നമ്മൾ 2 മിനിറ്റ് കൊണ്ടുവയ്ക്കാം. സമയം നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എത്ര സമയമായി
എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ ഇൻറ്റൻഷനലി നമ്മൾ ഫോൺ എടുത്തിട്ടുണ്ടാകുക. ബട്ട് ഇൻറ്റൻഷനലി അല്ലാതെ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ എന്തിനാണ് എടുത്തത് അത് മറന്നുപോയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഫോൺ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പാറ്റേൺ നമ്മുടെ ബ്രെയിനിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ബ്രെയിനിനകത്തൊരു പാറ്റേൺ ഉണ്ടാകും. ഫോൺ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് എടുക്കും, ഫിംഗർ അൺലോക്ക് ചെയ്യും, അതിനുശേഷം വാട്സാപ്പോ അതല്ലെങ്കിൽ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ തുടങ്ങി നിങ്ങൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനിലേക്ക് പോകും. അവിടെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഏത് രീതിയിലാണ് നിങ്ങൾ അവിടെ ടൈം എൻഗേജ് ചെയ്യുക, ആ എൻഗേജ്മെൻറ്റിലേക്ക് പോകും. ഇതെല്ലാം അൺകോൺഷ്യസ് ആയിട്ടാണ് സംഭവിക്കുക. യു ഡോണ്ട് നീഡ് ടു ടേക്ക് എനി എഫേർട്ട് ടു ഡു ദിസ്. Without any effort, you will do everything. You were intended to look at the phone for checking time. That was your intention. But what you have done? What was happening in your phone? Actually, പ്രധാനപ്പെട്ട നിങ്ങൾ വിചാരിച്ച കാര്യം നടന്നില്ല. മറിച്ച് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചെയ്യണമെന്ന് വിചാരിക്കാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തത് മുഴുവൻ. ദാറ്റ് ഈസ് കോൾഡ് മെന്റൽ പാറ്റേൺ, ഒരു ഹാബിറ്റ്. അത് നിങ്ങളുടെ ഹാബിറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോധപൂർവമുള്ള ഇൻറ്റൻഷനലി നമ്മുടെ ലൈഫിനകത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താണ് എൻ്റെ ഗോൾ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഏർലി മോർണിംഗിൽ ഞാൻ എഴുന്നേറ്റാൽ എന്ത് ചെയ്യണം എന്നുള്ളത് എഴുതിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് വെക്കണം. അത് വേണമെങ്കിൽ നിങ്ങൾ കാണുന്ന സ്ഥലത്ത് വെക്കാം, അതല്ലെങ്കിൽ സ്ക്രീൻ സേവറിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ കാര്യത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിട്ട് അത് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ നിങ്ങൾ എഴുതി വെച്ച കാര്യങ്ങൾ പതുക്കെ പതുക്കെ ബോധപൂർവ്വം, ഫസ്റ്റ് ഡേ ചെറിയ ചാലഞ്ചസ് ഉണ്ടാകും, സെക്കൻഡ് ഡേ ചെറിയ ചാലഞ്ചസ് ഉണ്ടാകും, എന്നാലും ബോധപൂർവ്വം വീണ്ടും അതിലേക്ക് തന്നെ പോകാൻ ശ്രമിക്കുക. നിരന്തരമായിട്ട് വലിയ മാറ്റം ഒറ്റയടിക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് നിങ്ങളിൽ ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ ദാറ്റ് വിൽ ക്രിയേറ്റ് എ മാസീവ് ചേഞ്ചസ് ഇൻ യുവർ ലൈഫ്. അതർവൈസ് യു cannot change your mental programming. Once you change your mental programming, once you create a new habits, a successful habits, once you set a successful strategies to reach your destiny, you will become new person. These are the 3 strategies to transform your life, to change your life, to become hugely successful. First of all, don't be lazy and focus on action. Number 1, don't be negative. Believe that you will become successful and believe positive things. And number 3, reprogram your mind with the conscious effort, because habit changing is not going to happen without conscious effort. You need to take a conscious effort. You need to look into the real strategies, what is happening, and you have to change your habits consciously. This is the 3 strategy will help you to become a super successful human being or entrepreneur. Thank you. This is me, Casac Benjali. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളൊരു ഓൺട്രപ്രണർ ആണ്, ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ഒരു ബിസിനസ്സുകാരന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അയാളുടെ എനർജിയാണ്. അയാളുടെ എനർജി, ഒരു ഓൺട്രപ്രണറുടെ എനർജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പീക്കിലായിരിക്കണം നിൽക്കേണ്ടത് എന്നും. പലപ്പോഴും പല ബിസിനസ്സുകാരോട് നേരിടുന്ന പ്രശ്നം ഒരു പീക്ക് എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം, ഒരാഴ്ച എനർജി നിന്ന് കഴിഞ്ഞാൽ പിന്നെയുള്ള ബാക്കി 3 ആഴ്ചയും ഡൗൺ ആയി പോകുന്നു. പല കാരണങ്ങൾ കൊണ്ട്, മാർക്കറ്റിലെ സിറ്റുവേഷൻ ആകാം, പല വ്യക്തികളുടെ സിറ്റുവേഷൻ ആകാം. എന്നാൽ നിങ്ങളുടെ എനർജി എപ്പോഴും പീക്കിൽ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, പീക്ക് എനർജിയിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, യു നീഡ് ഡെയിലി മെന്ററിങ്, യു നീഡ് എ ഡെയിലി കോച്ചിങ്. ഒരു ബിസിനസ്സുകാരന് വേണ്ട ഡെയിലി കോച്ചിങ്, ഡെയിലി മെന്ററിങ് കൊടുക്കുന്ന പ്രോഗ്രാമാണ് 10x ട്രാൻസ്ഫോർമേഷൻ മോർണിംഗ് കോച്ചിങ് പ്രോഗ്രാം. എല്ലാ ദിവസവും രാവിലെ 4:30 മണി മുതൽ 5:30 മണി വരെ ഇന്ത്യൻ സമയത്ത് 100ഓളം ബിസിനസ്സുകാരുടെ കൂടെ രാവിലെ എഴുന്നേറ്റ് മൈൻഡിനെ സ്ട്രെങ്തൻ ചെയ്ത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള അറിവുകൾ സ്വായത്തമാക്കി മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾ ഒരു സൂപ്പർ ഓൺട്രപ്രണർ ആക്കി നിങ്ങളുടെ എനർജി എല്ലാ ദിവസവും മോർണിംഗിൽ സൂപ്പർ പീക്ക്നെസ്സിലേക്ക് എത്തിക്കുന്ന ലൈവ് പ്രോഗ്രാമാണിത്. നിങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണെങ്കിൽ GCC ബാച്ചിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് GCCയിൽ UAE സമയം 5:30 മുതൽ 6:30 വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലും ഈ ട്രെയിനിങ് സെപ്പറേറ്റ് ബാച്ചായിട്ട് അവൈലബിൾ ആണ്. ലോകത്തിന്റെ മുഴുവൻ ഭൂഖണ്ഡങ്ങളിൽ നിന്നും 100 കണക്കിന് ഓൺട്രപ്രണേഴ്സ് ഓൾറെഡി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ് സൂമിലൂടെയുള്ള 10x ട്രാൻസ്ഫോർമേഷൻ. നിങ്ങൾക്ക് ഇനി സൂമിൽ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങളുടെ പ്രത്യേകമായ ആപ്ലിക്കേഷൻ വഴിയും അതുപോലെ തന്നെ വെബ്സൈറ്റ് പ്ലാറ്റ്ഫോം വഴിയും എല്ലാ ദിവസത്തെയും ക്ലാസ് കഴിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു പറ്റം ഓൺട്രപ്രണേഴ്സ് വിവിധ മേഖലകളിൽ സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് ചെയ്യുന്ന 100-ലേറെ വരുന്ന ബിസിനസ്സുകാരുടെ കൂടെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഒരാളായി നിന്നുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ ഹ്യൂജ് ആൻഡ് സൂപ്പർ സക്സസിലേക്ക് നിങ്ങൾക്ക് വളർത്തി കൊടുക്കാം.
കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഒരു സൂപ്പർ സക്സസ്ഫുൾ ഓൺട്രപ്രണേഴ്സിന്റെ കൂടെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം, മെസ്സേജ് അയക്കാം. ദിസ് ഇസ് മീ കസാക് ബെഞ്ചാലി. നമ്മുടെ ഓരോരോ ഘട്ടത്തിലും നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ, മെഡിറ്റേഷൻ, അഫർമേഷൻ, ഈ വക കാര്യങ്ങളെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ബിസിനസ്സിൽ വളരെയധികം പുരോഗതി ഉണ്ടാക്കാൻ ഈ പ്രോഗ്രാം കൊണ്ട് സാധിക്കുന്നുണ്ട്. ചാരിതാർത്ഥ്യത്തോടുകൂടി പറയട്ടെ, നല്ലൊരു പ്രോഗ്രാമാണ്. നമുക്കിതിൽ വിജയിക്കാൻ സാധിക്കും. അതിനുള്ള എല്ലാവിധ പിന്തുണയും ബെഞ്ചാലി അക്കാഡമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിലും ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കോഴ്സിനെ കുറിച്ച് ഞാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറം, അതായത് കഴിഞ്ഞ 1-ാം തീയതി 4 മണിക്ക് എണീക്കുന്നത് മുതൽ എൻ്റെ ജീവിതം ആ ഒരു രീതിയിൽ, എൻ്റെ ബിസിനസ് ആണെങ്കിലും ഫാമിലി ലൈഫ് ആണെങ്കിലും എല്ലാ രീതിയിലും എനിക്ക് വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. ഇന്നും നമ്മൾ ഓരോ ദിവസം നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം നമ്മൾ ക്ലോസ് ചെയ്യാൻ പറ്റാത്ത പല ബിസിനസ്സുകൾ, അതുപോലെ തന്നെ നമുക്ക് മുൻകാല ഒരു 6-7 മാസം മുന്നേ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയ ബിസിനസ്സുകൾ നമ്മൾ എത്തിപ്പെടാൻ പറ്റും എന്ന് വിചാരിക്കുന്നതിലും അപ്പുറമുള്ള ബിസിനസ്സുകളുടെ ഡിസ്കഷൻ വരെ നമ്മുടെ കയ്യിൽ എത്തുന്ന രീതിയിൽ ഇതൊരു ഒരു മാജിക് ആയിട്ട് തന്നെ നമുക്ക് തോന്നുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഞങ്ങളുടെ കമ്പനികൾക്കും ഒരുപാട് നേട്ടങ്ങൾ അതിനെക്കുറിച്ചുണ്ടായിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ കമ്പനിയിലുള്ള 3 പേരെ എൻ്റെ സ്വന്തം റിസ്കിൽ ഞാൻ കമ്പനിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നസീർ ഭായ്, ആഷിഖ് ഭായ്, ഹക്കീം. കാരണം എത്രത്തോളം ഈ ക്ലാസ് കേട്ടാൽ കമ്പനിക്കും സ്വന്തം ജീവിതത്തിലും മാറ്റം വരുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടാണ് അവരെ ഞാൻ കമ്പനിയുടെ ചെലവിൽ ഈ കോഴ്സിൽ ചേർത്തിട്ടുള്ളത്. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് വന്നേക്കുന്നത്. നമ്മൾ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് രാവിലെ എണീക്കുക എന്ന് തന്നെയായിരുന്നു. മോർണിംഗിൽ ഒരു 4 മണിക്ക് എഴുന്നേറ്റ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പിന്നെ നമ്മുടെ ഫിസിക്കൽ പ്രോഗ്രാംസും ഒക്കെ ചെയ്ത് വരുമ്പോൾ ഒരു ഇഷ്ടം പോലെ സമയമാണ് ഇതിലേക്ക്. പിന്നെ അതിനുശേഷം സ്വഭാവത്തിലാണെങ്കിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ദേഷ്യം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു, ഇപ്പോൾ ദേഷ്യവും അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ഫാമിലിയായിട്ട് ഒരുപാട് അറ്റാച്ച്മെൻ്റായി. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. ഈ ഒരു ട്രെയിനിങ്ങിൽ വന്നതിന് ശേഷമാണ് നമുക്ക് അറിയാത്തതായിട്ടാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എന്ന് മനസ്സിലായിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട്. കാരണം ഇതുപോലുള്ളൊരു അവസരം കിട്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിച്ചത് ഏറ്റവും വലിയ ദൈവം എനിക്ക് തന്നിട്ടുള്ള വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം ഇത്രയും വലിയൊരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വലിയ നഷ്ടം തന്നെയാണ്.